വാർത്തയിലേക്കാണ്. ഈ വിഭാഗീയതയിൽ വിട്ടുവീഴ്ചയില്ല എന്ന സന്ദേശമാണ് സൂസൻ കോടിയെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിലൂടെ CPIM നൽകുന്നത്. അത് ശ്രദ്ധേയമായ കാര്യമാണ്. കൊല്ലത്തെ മുതിർന്ന വനിതാ നേതാവ് എന്ന പരിഗണന പോലും സൂസൻ കോടിക്ക് ലഭിച്ചില്ല. വിഭാഗീയത സംസ്ഥാനത്തെ പാർട്ടിയിൽ അവസാനിച്ചുവെന്ന സംസ്ഥാനത്തെ CPIM നേതാക്കൾ ഊറ്റം കൊള്ളുമ്പോഴായിരുന്നു നാണക്കേടായ കരുനാഗപ്പള്ളിയിലെ സമ്മേളനങ്ങൾ. വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നടപടിയുണ്ടാകുമെന്ന് സംഘടനാ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് കരുനാഗപ്പള്ളി വിഭാഗീയതയിൽ പങ്കുണ്ടെന്ന് CPIM കരുതുന്ന സൂസൻ കോടിയെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നത്. സമ്മേളനങ്ങൾ അലങ്കോലപ്പെടുന്ന സാഹചര്യമുണ്ടായിട്ടും സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന സൂസൻ കോടി പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചില്ലെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കൊല്ലത്തെ മുതിർന്ന വനിതാ നേതാവായ സൂസൻ കോടിയെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നത് ഫലത്തിൽ വിഭാഗീയതയ്ക്കെതിരായ നടപടിയായി വ്യാഖ്യാനിക്കാം. എത്ര മുതിർന്ന നേതാവായാലും ഇനിയും പാർട്ടിക്കുള്ളിൽ വിഭാഗീയത അനുവദിക്കില്ലെന്നും കടുത്ത നടപടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പുമാണ് ഇതിലൂടെ CPIM നൽകുന്നത്. 24 കൊല്ലം.